ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എന്തായാലും ഓണമൊക്കെ അല്ലേ, അതുകൊണ്ട് നമ്മളൊരു ഷാപ്പിൽ വന്നിട്ട് യുഎയിൽ വന്നിട്ട് ആദ്യത്തെ എൻ്റെ ഓണം, എൻ്റെ മുസ്ലിം ആദ്യത്തെ ഓണം. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ച് പുറത്ത് പോയി സദ്യ കഴിക്കാമെന്ന്. പക്ഷേ ആ പ്ലാൻ ഞങ്ങൾ മാറ്റി ചെറിയൊരു സദ്യ ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ നമ്മൾ അതിനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ സദ്യ, അതിൻ്റെ ഒരു വീഡിയോ ആണ്. എന്താവുമെന്ന് അറിയത്തില്ല, നമുക്ക് ചെയ്ത് നോക്കാം സദ്യ. ആദ്യമായിട്ട് ഞങ്ങൾ എന്തെങ്കിലും മാറി നിന്നിട്ട് കറികൾ, കുറച്ച് ഐറ്റംസ് ഒക്കെ എന്നിട്ട് ഒത്തിരി ഐറ്റംസ് ഒന്നുമില്ല, കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊരു തട്ടിക്കുട്ട് സദ്യ ഉണ്ടാക്കാൻ പോയത്. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് പായസം വെക്കാൻ വിചാരിച്ച്. പായസം പാലട പായസം അങ്ങനെ ഇരിക്കുന്നത് എനിക്ക് പിടിക്കുന്നില്ല. അപ്പോൾ ആദ്യം അതുണ്ടാക്കാന്ന് വെച്ചു. ബാക്കി സാധനങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ആദ്യം പായസം ഉണ്ടാക്കാം. ഞാൻ ജോലി കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് തന്നെ ആൾ സാധനങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തോരൻ വെക്കാനുള്ളതും മവിയിൽ വെക്കാനുള്ളതും പച്ചടി വെക്കാനുള്ളതും എല്ലാം അരിഞ്ഞിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി സാധനങ്ങൾ ആളോട് ഇരുന്ന് അരിയുന്നുണ്ട്. ഞാനും കൂടി ചെന്ന് സഹായിക്കട്ടെ. അപ്പോൾ വീഡിയോ കുറച്ചായിട്ട് നമുക്ക് എടുത്തിട്ട് ഞാനും പോയി സഹായിക്കട്ടെ. ഓക്കെ, ഇതിനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഇട്ട് നമ്മൾ പായസം മിക്സ് പാലടയാണ് മേടിച്ചത്. മിക്സ് അത് വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടെന്താ കേട്ടോ. അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കുന്നു. പായസം ആദ്യത്തെ പരിപാടിയാണ് കേട്ടോ. പായസം നമ്മൾ റെഡിയാക്കുന്നത് കഴിഞ്ഞിട്ടിൻ്റെ ഒരുപാട് പരിപാടികളുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഓരോന്നൊക്കെ. ഇനി ഇതൊന്ന് നെയ്ക്കകത്തിട്ട് വറുത്തിട്ട് എല്ലാം കൂടി ഒന്ന് വറുത്ത് എടുത്തിട്ട് നേരെ പായസത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അതൊരു കഴിഞ്ഞ് പായസം പരിപാടി ചെയ്തിടാം. അപ്പോൾ വറുത്ത് നേരെ പായസത്തിൽ ഇടാം. ഓക്കെ, സെറ്റ്. ഇളക്കിളക്ക് 2-3 ഇളക്കിളക്ക് അങ്ങോട്ട് പറഞ്ഞിട്ട് ഇതിൻ്റെ അങ്ങോട്ട് ഇളക്കങ്ങോട്ട്. ഇപ്പം നമ്മൾ പായസത്തിൻ്റെ ലുപ്പെന്ന് തന്നെ തോന്നണത്. ടേസ്റ്റ് ആയിരിക്കും. കരിഞ്ഞ അത് വിഷയം നമ്മളെന്നെ തിന്നെ, കുഴപ്പമില്ല. പച്ചരി ഉണ്ടാവും. കുടഞ്ഞിട്. മതി തീരും. മതി അതൊക്കെ ഉപ്പൊക്കെ ഉണ്ടാവും. നല്ല രീതിയാണ്. ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കാൻ പോകുന്നു. ആദ്യമായിട്ടാണ് ചെയ്യണേ. ഞാനും ആദ്യമായിട്ടാണ്. നല്ല രീതിയിൽ കിട്ടില്ല. ഇത് സെറ്റാവട്ടെ. നമ്മള് കണ്ട അങ്ങനെ നമ്മൾ തേങ്ങ, ജീരകം, കടുക്, 2 പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് അരക്കാൻ പോവുകയാണ്. അരക്കട്ടെ, നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ച് വെച്ച തേങ്ങ നേരെ ബീറ്ററിലോട്ട് ചെറുപറ ഒഴിക്കണം. നല്ല ചുവന്ന കളർ. കട്ടത്തൈര് ഇട്ടോ. പുളി വരണ്ടേ? ഇത് മതിയാവും. ഇളക്കി നോക്ക്. നമ്മളിപ്പോ എന്തൊക്കെ വെച്ച് പായസം വെച്ചു, ബീട്രൂട്ട് വെച്ചിട്ട് അടുത്ത വെക്കാൻ പോണത് അറിയാൻ പോലെ അച്ചിങ്ങ മെഴുക്ക് കയറിയിട്ട് നമ്മൾ അച്ചിങ്ങ മെഴുക്ക് കിട്ടാൻ പോകണം. ഇത് നമ്മൾ റെഡിയാക്കി വെച്ച് കൈ ചെറുതായിട്ട് പൊട്ടിക്കൊണ്ട് ഭയങ്കര എണ്ണ ഒഴിച്ചു. മറ്റേ പാത്രത്തിൽ ചെയ്താൽ മതി കേട്ടോ. നമ്മൾ നേരെ അച്ചിങ്ങ അല്ല സവോള ആദ്യം ഇടണം, ഒന്ന് വഴട്ടിയെടുക്കണം. എന്നിട്ട് നേരെ വേണ്ട, രണ്ടും കൂടി ഒരുമിച്ചാണ്. സോറി, അപ്പം എൻ്റെ മിസ്റ്റേക്കാണ്. അച്ചിങ്ങക്ക് വേവുണ്ട്. ഇനി നമ്മൾ അച്ചിങ്ങ മെഴുക്ക് വരട്ടാൻ പോകുന്നു. ഇനി ഉപ്പിടണം, ഇനി അതിൻ്റെ വേറെ പൊടികളിടണം. അതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. ഇങ്ങനെ എടുത്തോണ്ടിരുന്ന കുറേ നേരം വീഡിയോ ഉണ്ടാകും. ഇത്ര നീടാറ് നമ്മളായില്ല. അപ്പം നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കും. ഇത് നടക്കട്ടെ. നമ്മൾ പതിയെ അരച്ചായിരിക്കണം. നമ്മൾ പായസം ബീറ്റ്റൂട്ട് വെച്ചിട്ട് ഇനി അച്ചിങ്ങ മെഴുക്ക് വരട്ടിയത്. ഇനി എന്താ സാധനങ്ങൾ അല്ലേ? ഒരുപാട് സാധനങ്ങൾ ഇനിയുണ്ട്, ഒരുപാട് സാധനങ്ങൾ. സെറ്റാവട്ടെ. ഞാനിപ്പോൾ അരച്ച എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ചിപ്സിനും കറക്റ്റായിട്ട് ഉള്ളതും കൂടി ഇതെല്ലാം കൂടി അരിയാൻ പോയത്. ഇത് രണ്ടും എനിക്കാണ് ജോലി. ഞാനിതറിഞ്ഞ് നമ്മുടെ ചിപ്സിനും ശർക്കരയും ശകലം ഉണ്ടാക്കുന്നത്. ഞങ്ങൾ 2 പേരുള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ച് മാത്രം സാധനങ്ങളെ ഉണ്ടാക്കുന്നുള്ളൂ. ചിപ്സിനും ശർക്കരയും ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പായസം ടേസ്റ്റിങ്. കൊള്ളാം. കുറച്ച് കഴിച്ചു അങ്ങനെ.
പാവപ്പെട്ടവൻ്റെ ചിപ്സാണ്. അങ്ങനെ നമ്മുടെ ചിപ്സ് റെഡിയായി. അത് കഴിഞ്ഞത് ശർക്കര വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തു. പക്ഷേ ശർക്കര വരട്ടി ചെറുതായിട്ട് പണി പാളിയ പോലെ. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട്. എന്നാലും ജസ്റ്റ് എന്താ അത് ശരിക്കും മൂത്തില്ലെന്ന് തോന്നുന്നു സെറ്റപ്പ്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല അതായത് തിന്നാൻ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ അടിച്ചങ്ങ് വിടും. അടുത്തതായിട്ട് നമ്മൾ ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ പോകുന്നു. അതിനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് കറി ക്യാബേജ് തോരൻ. അങ്ങനെ നമ്മൾ അവസാനം സാമ്പാറും വെച്ച്. പിന്നെ കുറേ വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല, രണ്ടുപേരും ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പണിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറേ വീഡിയോകളൊന്നും എടുക്കാൻ പറ്റിയില്ല. അത് നമ്മൾ പറ്റുന്ന രീതിയിൽ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലാസ്റ്റായിട്ട് സാമ്പാറും വെച്ച് കഴിഞ്ഞു. ഇപ്പം നമ്മുടെ അച്ചിങ്ങത്തോരൻ, പിന്നെ ക്യാബേജ് തോരൻ, പിന്നെ പച്ചടി, ഇത്ര സാധനങ്ങൾ നമ്മളെല്ലാം സെറ്റ് ചെയ്ത്. പിന്നെ സാമ്പാറും. അപ്പം നമ്മുടെ അടുത്ത പരിപാടി അവിയലുണ്ടാക്കണം. അവിയൽ വേണ്ടി കഷ്ണങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നേരെ കുക്കറിനകത്ത് എടുത്തിട്ടിടണം. പിന്നെ കുറച്ച് വെള്ളവും പിന്നെ മഞ്ഞപ്പൊടി ഇട്ടു, കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പ്, എണ്ണ ഇത് ഫ്രിഡ്ജ് വെച്ചിട്ട് ക്ലൈമറ്റ് ഇതായതുകൊണ്ട് എണ്ണ കട്ടിയായി പോയി. കുറച്ച് എണ്ണയും കൂടി ഇട്ട് നല്ലോണം നമ്മുടെ സ്പെഷ്യൽ അവിയലാണ് വേവിച്ചെടുക്കുക. നേരെ നല്ലോണം കരച്ച് വറ്റി കഴിയുമ്പോൾ നേരെ അതിലോട്ട് ഇടുന്നു, ഒന്നുകൂടി മിക്സ് ചെയ്യുന്നു. പിന്നെ വേണ്ടി ചേർത്ത് തൈര് ചെയ്ത് നമ്മൾ സെറ്റാക്കണം. അങ്ങനെ അടുത്ത് നമ്മൾ പപ്പടം വറുക്കുന്നു. പപ്പടം നമ്മൾ ശകല എണ്ണക്കത്തിട്ടാണ് വറുത്തെടുക്കുന്നത്. പപ്പടം വറുത്ത് സെറ്റാക്കാം. ചില്ലി കഴിയുമ്പോൾ നമ്മളെടുത്ത് ഓരോ പരിപാടിയിലാണ്. ഓരോ നമ്മൾ എണ്ണ ചൂടാക്കി കുറച്ച് അത് ചൂടാക്കിയിട്ട് പിന്നെ പ്രത്യേകം 2 പച്ചമുളക്, വെളുത്തുള്ളി, അങ്ങനെ ഐറ്റംസൊക്കെ ഇട്ട് നല്ലോണം വെളുത്തുള്ളി നമ്മുടെ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് സവാള വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒക്കെ ഇട്ട് നല്ലോണം ഒന്ന് വരട്ടിയെടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടി, ശകലം മുളക് പൊടി എല്ലാം കൂടി ഒന്ന് അതിൻ്റെ പച്ചമണം പോകുന്നവരെ ജസ്റ്റ് ഒന്ന് നമ്മളെടുത്തു. എന്നിട്ട് നേരെ പിന്നെ നമ്മൾ കലക്കി വെച്ചിട്ട് തൈര് കട്ട തൈരാണ്. അപ്പോൾ അത് ജസ്റ്റ് മിക്സാക്കാൻ വേണ്ടി 1 കപ്പ് തൈര്, പിന്നെ 1 കപ്പ് വെള്ളം അതൊന്ന് ഒഴിച്ചാൽ പിന്നെ നമ്മളടുത്ത് മോര് സെറ്റാണ്. അതും വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ചോറ് കൊടുക്കാനുണ്ട്. ചോറ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീരും. അതും കണ്ടിട്ട് വീഡിയോ നിർത്താം. പിന്നെ നമ്മൾ നേരെ ചോറും കൊടുത്തു. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വക ഒരു ഹാപ്പി ഓണം. നമ്മള് ചെറിയ സദ്യയൊക്കെ ഉണ്ടാക്കി, ഒരു കുഞ്ഞൻ സദ്യ, അതിന് നമുക്ക് കാണിച്ചു തരാം. നമ്മുടെ സദ്യ ഇതാണ്. നമ്മുടെ സദ്യ: സാമ്പാറ്, അച്ചിങ്ങ, പച്ചടി, മോര്, അവിയല്, കാബേജ് തോരൻ, പപ്പടം, പിന്നെ കാവറുത്തതും ശർക്കര വരട്ടിയും, പിന്നെ പാൽപ്പായസം, പിന്നെ പച്ചമോര്, പരിപ്പ്, ചോറ്, സാധനങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പഴം മാത്രം കിട്ടും, പഴവും ഇലയും കിട്ടില്ല, അതുകൊണ്ട് നമ്മള് ഫ്ലൈറ്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഓണം. അപ്പൊ ഓക്കെ, ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷമായി കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.